Hello everyone, welcome to Elance Tuitions +2 എക്സ്ക്ലൂസീവ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് AFSന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ മാക്സിമം ആളുകളിലേക്ക് ഈ കാര്യം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം. നമ്മൾ AFSനകത്ത് അതായത് അക്കൗണ്ടൻസി വിത്ത് AFS ഉള്ള കുട്ടികൾക്ക് സപ്പോർട്ടുമായിട്ട് ഇലാൻസ് ട്യൂഷൻ വരികയാണ്. നമുക്കറിയാം AFSനകത്ത് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വലിയ ക്ലാസ്സുകളിലേക്ക് പോകുന്ന സമയത്ത് BComലേക്ക് പോകുന്ന സമയത്തൊക്കെ എന്താണ് അവിടെ നമുക്ക് പഠിക്കാൻ അതിൻ്റെ ഒരു ബേസാണ് ആക്ച്വലി നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ അതിനകത്ത് ഷെയർ ക്യാപിറ്റലിൻ്റെ കാര്യം പഠിക്കാനുണ്ട്, ഡിബഞ്ചറിൻ്റെ കാര്യം പഠിക്കാനുണ്ട്, അതേപോലെ റേഷ്യോ അനാലിസിസ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ആൻഡ് റേഷ്യോ അനാലിസിസ് എന്നുള്ള അതേപോലെ തന്നെ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഒരു ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്ററാണ് ആക്ച്വലി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതെന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ള കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. നിങ്ങളുടെ പബ്ലിക് എക്സാമിനകത്ത് അല്ലെങ്കിൽ മോഡൽ എക്സാമിനകത്തൊക്കെ എന്തായാലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 5 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. കൂടാതെ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അറൗണ്ട് ഒരു 7-8 മാർക്കിന് വെയിറ്റേജ് വരുന്നൊരു ചാപ്റ്ററാണ് എന്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് മെഷേഴ്സ് ദ ക്യാഷ് ജനറേറ്റഡ് ഓർ യൂസ്ഡ് ബൈ എ കമ്പനി ഇൻ എ ഗിവൺ പീരീഡ്. ആക്ച്വലി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനകത്ത് ഒരു പീരീഡിൽ ഉണ്ടാവുന്ന ക്യാഷിൻ്റെ ഇൻഫ്ലോസ്, നമ്മുടെ ബിസിനസ് ജനറേറ്റ് ചെയ്യുന്ന ക്യാഷിൻ്റെ അളവും അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിനകത്ത് പുറത്തേക്ക് പോകുന്ന ക്യാഷിൻ്റെ അളവും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഓഫ് എൻ എൻ്റർപ്രൈസ് by classifying cash flows into operating, investing and financing activities. ഓക്കെ, സോ ഒരു ബിസിനസ്സിനകത്ത് ഒരു പർട്ടിക്കുലർ പീരീഡിനകത്ത് ഇപ്പോൾ നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ എടുക്കുകയാണെങ്കിൽ ആ പീരീഡിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ്, ക്യാഷ് എവിടെ നിന്നെല്ലാമാണ് വന്നിട്ടുള്ളത്, നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് എവിടെ നിന്നെല്ലാമാണ് ക്യാഷ് വന്നിട്ടുള്ളത്, അതേപോലെ ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോസ്, നമ്മൾ ഈ ക്യാഷ് വന്ന ക്യാഷ് നമ്മൾ എവിടെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് കാണിക്കുന്ന, ഇത് ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്കറിയാം, നമ്മളൊരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെക്കാറുണ്ട്, ബാലൻസ് ഷീറ്റ് വെക്കാറുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ വെക്കണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും കൂടെ വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 10 lakh rupees പ്രോഫിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ 10 lakh നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല. സോ നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിൽ എത്രയാണ് എക്സാക്റ്റ് ക്യാഷ് ബാലൻസ് ഉള്ളത്, കഴിഞ്ഞ വർഷം നമ്മൾ ഈ വന്ന ക്യാഷ് നമ്മൾ എവിടെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, എന്തെല്ലാം ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ഈ ക്യാഷ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യണം. സോ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ക്യാഷിൻ്റെ യൂസേജ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. സോ ഇവിടെ എന്താണ് ക്യാഷ് എന്ന് ആദ്യം നോക്കാം നമുക്ക്. സോ അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 റിവൈസ്ഡ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മുമ്പത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അത് പ്രകാരം ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കംപ്രൈസസ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, ലിക്വിഡ് ക്യാഷും അതേപോലെ ബാങ്കിലുള്ള നമ്മുടെ ബാലൻസും, ബാങ്ക് ബാലൻസുമാണെന്ത് ക്യാഷ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് മീൻസ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്, ബാങ്കിലുള്ള പൈസ. ഡിമാൻഡ് ഡെപ്പോസിറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ആണല്ലേ ബാങ്കിലെ ക്യാഷ് എന്ന് പറഞ്ഞാൽ, കറണ്ട് അക്കൗണ്ട് ആയിരിക്കും. ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, അത് രണ്ടിനും കൂടിയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ക്യാഷ് എന്ന് വിളിക്കുന്നത്. ദെൻ ക്യാഷ് ഈക്വാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷ് ഈക്വാലൻസ് ക്യാഷിന് തത്തുല്യമായിട്ട്
ക്യാഷ് പോലെ തന്നെ പരിഗണിക്കാൻ പറ്റുന്നത് എന്താണ്? അതാണ് ക്യാഷ് ഈക്വലൻസ്. നോക്കുക എന്താണെന്നുള്ളത്. ദീസ് ആർ ഷോർട്ട് ടേം highly liquid investment that are readily convertible into known amount of cash and which are subject to an insignificant risk of change in value. അതായത് ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്, കൊമേഴ്സ്യൽ പേപ്പേഴ്സാണ്. നോർമലി അതിനകത്ത് അതിൻ്റെ വാല്യൂവിൽ വലിയ വ്യത്യാസമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളാണെന്ത് നമ്മളെന്ത് വിളിക്കുന്നത്? ക്യാഷ് ഈക്വലൻസ് എന്ന് വിളിക്കുന്നത്. ഡ്രാഫ്റ്റുകളൊക്കെ നമുക്ക് അതിനകത്ത് എക്സാമ്പിളായിട്ട് പറയാം. ഫോറിൻ കറൻസി ഡ്രാഫ്റ്റൊക്കെ അത് ക്യാഷ് ഈക്വലൻസ് ആണ്. റിസ്ക് ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം? ക്യാഷാക്കി മാറ്റാൻ വേണ്ടി പറ്റണം. സോ ഈ ക്യാഷിൻ്റെയും ക്യാഷ് ഈക്വലൻസിൻ്റെയും മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ക്യാഷ് ഫ്ലോ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് നെറ്റ് എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ബീങ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദ ബിസിനസ്. സോ ക്യാഷ് ഫ്ലോ എന്ന് പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ക്യാഷ് ഫ്ലോ മീൻസ് നെറ്റ് എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ബിസിനസ് ആൻഡ് ഔട്ട് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് വന്ന ക്യാഷും ക്യാഷ് ഈക്വലൻസും, അതേപോലെ ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ആ മൂവ്മെൻറ്റിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ക്യാഷ് ഫ്ലോ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ക്യാഷ് ഇൻഫ്ലോസും ഉണ്ടാവും, ക്യാഷ് ഔട്ട് ഫ്ലോസും ഉണ്ടാവും. നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരാൻ സാധ്യതയുണ്ട്, നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ക്യാഷ് പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും, ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ക്യാഷ് ഫ്ലോ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ക്യാഷ് ഫ്ലോനെ നമ്മൾ പ്രധാനമായിട്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. ആ 3 ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ 3 ഡിവിഷൻ ഉണ്ടാവും ക്യാഷ് ഫ്ലോയ്ക്ക്. ഏതൊക്കെയാണ് ആ 3 ഡിവിഷൻ നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോയുടെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ്. നമ്പർ 1 ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. നമ്പർ 2 ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ആൻഡ് നമ്പർ 3 ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇതെന്തെല്ലാമാണ് നോക്കാം നമുക്ക്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്താ നോക്കടാ. എന്താണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി? ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനം, ഓപ്പറേഷൻസിലൂടെ ഉണ്ടാവുന്ന ക്യാഷ് ഫ്ലോ ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ. സോ ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ അവരുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുക, അല്ലേ? സെല്ല് ചെയ്തിട്ട് ക്യാഷ് എടുക്കുക. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്, ബിസിനസ് ഓപ്പറേഷൻ. അവിടെ നമുക്ക് ഒരുപാട് ക്യാഷ് ഫ്ലോ ഉണ്ടാവും, അല്ലേ? നമുക്കൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട കുറേ ചിലവുണ്ടല്ലോ. ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, അതിന് ഒരുപാട് ചിലവ് അവിടെ വരുന്നുണ്ട്. ആ ചിലവുകളൊക്കെ നമ്മൾ എവിടെയാണ് കൊടുക്കുക? ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് കൊടുക്കുക. ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷനിലൂടെ ഉണ്ടാവുന്ന ക്യാഷ് എക്സ്പെൻസുകൾ. ആൻഡ് അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനങ്ങൾ, ദാറ്റ് ഈസ് റെസീറ്റ് ഓഫ് മണി ബൈ സെയിൽ, അല്ലേ? സെയിൽസാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു, അത് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ്, ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണെന്ത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നു, അതാണ് അവരുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ കാറ്റഗറിയിൽ കൊടുക്കും. എ നമുക്കിവിടെ കൊടുക്കാം. ഒന്നാമത്തെ കാറ്റഗറിക്കകത്ത് നമ്മൾ കൊടുക്കും. ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ദെൻ വാട്ട് ഈസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് ചോദിച്ചാൽ, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. നമ്മൾ ബിസിനസ്സിന് ഓപ്പറേഷൻസ് സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ അസറ്റ്സ്, അല്ലേ? നമ്മൾ ലോങ് ടേം അസറ്റിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ബിൽഡിങ്ങുകൾ വാങ്ങേണ്ടി വരും. ഇപ്പം നമ്മൾ ഓഫീസ് സ്മൂത്തായിട്ട് പോകണമെങ്കിൽ നമുക്ക് ഓഫീസ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ വേണം. അവിടെ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പ്രൊഡക്ഷൻ പ്രോപ്പറായി നടക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? മെഷീനറീസ് വാങ്ങിക്കൊടുക്കേണ്ടി വരും, അല്ലെ? മെഷീനറീസ് വാങ്ങിക്കേണ്ടി വരും. സോ ലോങ് ടേം അസറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന്, അതായത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആദ്യ പ്രസാദ് വന്നിട്ടുണ്ടില്ല. ഓക്കെ, നമുക്ക് ഓപ്പറേഷൻ ആക്ടിവിറ്റീസ് പ്രോപ്പറായി നടക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അസറ്റുകൾ വാങ്ങിച്ചു കൊടുക്കണം, അസറ്റുകൾ ബിസിനസ്സിലേക്ക് നമ്മൾ വാങ്ങേണ്ടതുണ്ട്. അതാണ് അവിടെയുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, അതേപോലെ നമുക്ക് അവിടെ അസറ്റ് സെയിൽ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്, അത് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ദെൻ തേർഡ് വൺ ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. ഫിനാൻസിങ് ആക്ടിവിറ്റി ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണടാ, ആദ്യം എന്ത് വേണടാ, ഫണ്ട് വേണം അല്ലേ. നമ്മുടെ കയ്യിൽ ഫണ്ട് ആവശ്യമാണ്, മണി ആവശ്യമാണ്. സോ ഈ ഫണ്ട് പ്രൊക്യൂർ ചെയ്യുന്ന എടുക്കുന്ന ആക്ടിവിറ്റിയാണ് എന്ത്, ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ലോണുകൾ എടുത്തിട്ടാവാം, ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാം. ഈ ആക്ടിവിറ്റിയൊക്കെ എവിടെ വരുന്നത്, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. നമ്മൾ ഈ ഫിനാൻസിങ് ആക്ടിവിറ്റിൻ്റെ അണ്ടറിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ there is 3 types of cash flow from operating activity, and cash flow from investing activity, and cash flow from financing activity. And now ഇത് മൂന്നിൻ്റെയും, അതായത് ഈ മൂന്നിൻ്റെയും ആൻസർ അത് പരസ്പരം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വി ഗോട്ട് ദി നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ദീസ് ആക്ടിവിറ്റീസ്, നെറ്റ് ചേഞ്ച് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലുള്ള ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കണം, ദെൻ നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കണം, ആൻഡ് ലാസ്റ്റ് ഫിനാൻസിങ് ആക്ടിവിറ്റിയിലുള്ള ക്യാഷ് ഫ്ലോയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓരോരോ എന്താ നോക്കാം. സോ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദിസ് ഇസ് ദ മേജർ ആക്ടിവിറ്റി ദാറ്റ് ഈസ് ഹാപ്പൻ ഇൻ എ ബിസിനസ്. ഒരു ഓർഗനൈസേഷനകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷനാണെന്ത്, ആക്ടിവിറ്റിയാണ് ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, അതിൻ്റെ സെയിൽ, സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുക, അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെയാണ് ഓപ്പറേഷൻ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പറയാം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ക്യാൻ ബി കമ്പ്യൂട്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ കറണ്ട് ഇയർ, comparative balance sheet and relevant additional information. So the following types of activity can be regarded as cash flow from operating activity. So നമ്മൾ നോർമലി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക ചോദിച്ചാൽ, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എടുക്കണം. നെറ്റ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാണാൻ വേണ്ടി പറ്റും. ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, എവിടേക്കാണ് പണം ചിലവാക്കിയത്, എവിടെ നിന്നൊക്കെയാണ് ക്യാഷ് വന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം വിത്ത് ഫ്യൂ അഡീഷണൽ ഇൻഫോർമേഷൻസ്. നമ്മൾ ഏറ്റവും അവസാനം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, 2 മെത്തേഡുണ്ട്, 2 മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് എക്സാമ്പിൾ നോക്കിക്കോളൂ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഇതിലൂടെയുള്ള ക്യാഷ് ഫ്ലോസിൻ്റെ എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്, ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സോ നമ്പർ 1, ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ഓർ റെൻഡറിങ് സം സർവീസസ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്യാഷ് ഫ്ലോ ആണെന്ത്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാഷ് ഫ്ലോ ആണെന്ത്, ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ഓർ റെൻഡറിങ് സം സർവീസ്. ഒരു പ്രോഡക്റ്റ് വിറ്റ് കിട്ടുന്ന ക്യാഷ്, നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. ദിസ് ഈസ് ഇൻഫ്ലോ. ഇത് ക്യാഷിൻ്റെ എന്താണ്, ഇൻഫ്ലോ ആണ്. സെയിൽസാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലോ. നമ്മൾ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട്. സർവീസ് കൊടുക്കുന്ന കമ്പനി ആണെങ്കിൽ അവർ ആ സർവീസ് കൊടുക്കുമ്പോൾ അവർ വാങ്ങിക്കുന്ന എമൗണ്ട്, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ക്യാഷ് ഇൻഫ്ലോ അണ്ടർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അപ്പോൾ സെയിൽസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഇങ്ങനെ വിളിക്കുക, സെയിൽസ് തന്നെ വിളിക്കാം. സെയിൽസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാഷ് ഇൻഫ്ലോ. രണ്ടാമത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം റോയൽറ്റീസ്, ഫീസ്, കമ്മീഷൻ ആൻഡ് അതർ റവന്യൂ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ എന്താണ് നാച്ചുറൽ അനുസരിച്ച് നമ്മൾ റിസീവ് ചെയ്യുന്ന ആ ഒരു പേരിൽ മാറ്റം ഉണ്ടാവാം. നമുക്ക് റോയൽറ്റീസ് റിസീവ് ചെയ്യാം, നമ്മളെന്തെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു, അവിടെ നമുക്ക് റോയൽറ്റി എന്നൊരു വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട്, ഫീസ് കിട്ടാൻ സാധ്യതയുണ്ട്, കമ്മീഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ. ബ്രോക്കറേജ് കമ്പനിയൊക്കെ ആകുമ്പോൾ അവിടെ നമുക്ക് കമ്മീഷൻസാണ് കിട്ടുക. ഓക്കെ, പ്രൊഫഷണൽസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ഫീസ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇതെല്ലാം എന്താണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന ആ ഒരു ഹെഡിൽ വരുന്ന ക്യാഷ് ഫ്ലോ ആണ്. ഇതും എന്താണ്, ക്യാഷിൻ്റെ ഇൻഫ്ലോ ആണ്. നമ്മുടെ ബിസിനസ്സിനകത്തേക്കാണ് ക്യാഷ് വരുന്നത് അല്ലേ. ഫീസ് കിട്ടുമ്പോൾ നമുക്കാണ് ക്യാഷ് കിട്ടുന്നത് അല്ലേ, നമ്മുടെ ബിസിനസ്സിനകത്തേക്കാണ് ക്യാഷ് വരുന്നത്.
റോയൽറ്റി റിസീവ് ചെയ്യുന്നു, ബിസിനസ്സിലേക്കാണ് ക്യാഷ് വരുന്നത്. കമ്മീഷൻ റിസീവ് ചെയ്യുന്നു, ബിസിനസ്സിനകത്തേക്കാണ് ക്യാഷ് വരിക. ദെൻ ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ്. ഇത് ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ ആണ്. നമുക്കിതിനെ പർച്ചേസ് എന്ന് വിളിക്കാം. പർച്ചേസ്. നമുക്കറിയാം, സാധനങ്ങൾ വിൽക്കണമെങ്കിൽ നമ്മൾ എന്തായാലും സാധനങ്ങൾ വാങ്ങിക്കണം ആദ്യം, അല്ലേ? പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി പർച്ചേസ് ചെയ്യേണ്ടി വരും. സോ പർച്ചേസ് നടത്തുന്നു. സപ്ലയർക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? പൈസ കൊടുക്കേണ്ടി വരും. സോ സപ്ലയറിന് കൊടുക്കുന്ന പൈസ മറ്റൊരു പ്രധാനപ്പെട്ട ഔട്ട്ഫ്ലോ ആണ്. പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് എഴുതാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ്. അത് പ്രധാനപ്പെട്ട ഒരു ഔട്ട്ഫ്ലോ ആണ്. ദെൻ ക്യാഷ് പെയ്ഡ് ടു എംപ്ലോയീസ് ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയീസ്. നമ്മൾ എംപ്ലോയീസിന് പേയ്മെൻറ്റ് കൊടുക്കുന്നു. സാലറി, വേജ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഔട്ട്ഫ്ലോ. സോ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അനദർ ഇമ്പോർട്ടൻറ്റ് ഔട്ട്ഫ്ലോ എന്താണ്? സാലറി കൊടുക്കുന്നു, വേജ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എംപ്ലോയീസിന് നമ്മൾ എന്ത് ബെനിഫിറ്റ് കൊടുക്കുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്കകത്ത് കാണിക്കാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് വൺ, ക്യാഷ് റിസീവ്ഡ് ഓർ പെയ്ഡ് ടു ഇൻഷുറൻസ് കമ്പനീസ് ഫോർ പ്രീമിയം ക്ലെയിംസ്, ആനുറ്റീസ് ഓർ അതർ പോളിസി ബെനിഫിറ്റ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റുകൾ, നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ ഫാക്ടറീസ് ആണെങ്കിലും അല്ലെങ്കിൽ എംപ്ലോയീസിനൊക്കെയാണ് നമ്മൾ ഇൻഷുർ ചെയ്യേണ്ടി വരാറുണ്ട്. അവിടെ കൊടുക്കുന്ന പേയ്മെൻറ്റുകൾ എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. പ്രധാനപ്പെട്ട ഒരു ഔട്ട്ഫ്ലോ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ദെൻ ക്യാഷ് പെയ്ഡ് ആസ് ഇൻകം ടാക്സ് ഓർ റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ് unless they can be specifically identified with the financing or investing activity. So normally നമ്മൾ ഒരു ബിസിനസ്സിനകത്ത് ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കണം. ആ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന കാര്യവും നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, അവിടെ നമുക്ക് ടാക്സ് റീഫണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇൻഫ്ലോ ആയിട്ടും എന്ത് ചെയ്യാറുണ്ട്? കാണിക്കാറുണ്ട്. സോ ടാക്സിൻ്റെ കേസിൽ ഇൻകം ടാക്സ് പെയ്ഡ് ആണെങ്കിൽ അത് ഔട്ട്ഫ്ലോ ആണ്. ഇൻകം ടാക്സ് റീഫണ്ട് ആണെങ്കിൽ അത് നമ്മൾ ഇൻഫ്ലോ ആയിട്ട് കാണിക്കും. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. എന്തായാലും ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ്. അതിലൂടെ ബിസിനസ്സിനുണ്ടാവുന്ന ഇൻഫ്ലോയും ഔട്ട്ഫ്ലോസുമാണ് നമ്മൾ ഈ ഒരു ഹെഡിൽ കാണിക്കേണ്ടത്. പ്രധാനപ്പെട്ട ഇൻഫ്ലോ എന്താണ്? സെയിൽ തന്നെയാണ്, സെയിൽസാണ്. ദെൻ റെസീറ്റ് ഫ്രം ഡെറ്റേഴ്സ്, കടത്തിന് വിറ്റാൽ അതിൻ്റെ പൈസ നമുക്ക് പിന്നീട് കിട്ടും, അല്ലേ? അപ്പോൾ റെസീറ്റ് ഫ്രം ഡെറ്റേഴ്സും സെയിലും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലോ എന്ന് വിളിക്കുന്നത്. ഇനി ചില കമ്പനികൾക്ക് സെയിലിന് പകരം അവിടെ കമ്മീഷൻ റിസീവ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ റോയൽറ്റി റിസീവ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫീ റിസീവ്ഡ് ആയിരിക്കാം. സോ ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലോ. ഔട്ട്ഫ്ലോസ് എന്ന് പറഞ്ഞാൽ നോർമൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ, ബിസിനസ്സിനെ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ആൻഡ് എംപ്ലോയീസിനുള്ള പേയ്മെൻറ്റുകൾ, അല്ലേ? എംപ്ലോയീസിൻ്റെ പേയ്മെൻറ്റുകൾ, അതായത് സാലറി, വേജ് പോലെയുള്ള കാര്യങ്ങൾ. ഇതാണ് പ്രധാനപ്പെട്ട ഔട്ട്ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഔട്ട്ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അസറ്റ് സെയിൽ ഔട്ട്ഫ്ലോ ആണ്, പക്ഷേ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാണിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, സോ നൗ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. രണ്ടാമത്തെ ക്യാഷ് ഫ്ലോയിലേക്ക് ഞാൻ പോവുകയാണ്. ഒന്നാമത്തത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. രണ്ടാമത്തത് നോക്കിക്കോളൂ, രണ്ടാമത്തത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. സോ വാട്ട് ഈസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി? ഓപ്പറേഷൻസ് നടത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ അസറ്റ്സ്. നമ്മൾ ലാൻഡ് വാങ്ങിക്കേണ്ടി വരും, ബിൽഡിംഗ് വാങ്ങിക്കേണ്ടി വരും, ഫർണിച്ചേഴ്സ് വാങ്ങിക്കേണ്ടി വരും, മെഷീനറീസ് വാങ്ങിക്കേണ്ടി വരും, അല്ലേ? അതാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. സോ അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് ലോങ് ടേം അസറ്റ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ക്യാഷ് ഫ്ലോ arising from acquisition and disposal of long term asset is termed as cash flow from investing activity. അപ്പോൾ ഒരു അസറ്റ്, ലോങ് ടേം അസറ്റ് വാങ്ങുന്നു, അത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്കകത്ത് വരണം. ആൻഡ് നമ്മളൊരു ലോങ് ടേം അസറ്റ് വിൽക്കുന്നു, നമ്മളത് സെല്ല് ചെയ്ത് ഒഴിവാക്കാണ്, അതും ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്കകത്താണ് വരേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് എക്സാമ്പിൾ നോക്കാം. ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. നമ്മൾ അസറ്റ് വിൽക്കുന്നു. നോക്കണേ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻഫ്ലോ. ഇതൊരു ഇൻഫ്ലോ ആണ്. ഞാനിവിടെ ഇൻഫ്ലോ എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുന്നത്. നമ്മൾ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വേർതിരിച്ച് നമ്മൾ പഠിക്കണം.
നമുക്കറിയാം ക്യാഷ് വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ഇൻഫ്ലോ ആയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ അസറ്റ് വിറ്റാൽ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരികയാണല്ലോ ചെയ്യുക അല്ലേ. അസറ്റ് വിറ്റു, ലാൻഡ് എടുത്ത് വിറ്റു, ബിൽഡിംഗ് എടുത്ത് വിറ്റാൽ സെയിൽ ഓഫ് അസറ്റ് ഈസ് ആൻ ഇൻഫ്ലോ ഓഫ് ക്യാഷ് ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം. ദെൻ ക്യാഷ് പെയ്ഡ് ഫോർ അക്വയറിംഗ് ഷെയർസ്, വാറൻറ്റ് ഓർ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അതർ എൻ്റർപ്രൈസസ് ഓർ ഇൻ സം ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ഇത് നമുക്ക് ഒറ്റ വാക്ക് പറയാം, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ എക്സസ് ആയിട്ട് കുറേ പൈസ ഉണ്ട്, നമ്മളെ ബിസിനസ്സിൽ കുറച്ച് അഡീഷണൽ ഫണ്ട് കിടക്കുന്നുണ്ട്. ഈ ഫണ്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുറേ അസറ്റുകൾ വാങ്ങുന്നു, ഷെയർ വാങ്ങുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഷെയർ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഡിബഞ്ചർ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെക്യൂരിറ്റീസ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുക നമുക്ക്, അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഷെയർസ്, വാറൻറ്റ്, ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചാൽ ദിസ് ഈസ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. പ്രധാനപ്പെട്ട ഒരു ഔട്ട്ഫ്ലോയാണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്കകത്താണ് വരിക. അപ്പോൾ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു, ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്നു, ഒന്ന് അസറ്റ് വാങ്ങുന്നു. അസറ്റ് വാങ്ങിക്കാം, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കാം. നമ്മുടെ പർച്ചേസ് ഓഫ് ലോങ് ടേം അസറ്റ്സ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ ഒക്കെ എന്താണ് നമ്മൾ വാങ്ങിക്കുന്നു. ഇത് ആക്ച്വലി ഇറ്റ് ഈസ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് വരിക കേട്ടോ, ഔട്ട്ഫ്ലോ ആണ് വരിക. ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചാലും ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുക. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡിസ്പോസൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾ ഈ വാങ്ങിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എടുത്ത് വിറ്റാൽ അതെന്താണ്, ദാറ്റ് ഈസ് ഇൻഫ്ലോ, പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലോ ആണ്. നമ്മൾ ഷെയർ വാങ്ങിച്ചു വെച്ചു, നമ്മൾ ഡിബഞ്ചർ വാങ്ങിച്ചു വെച്ചു, നമ്മളൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എടുത്ത് വിൽക്കുന്നു, സെൽ ഔട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്കകത്താണ് വരിക. സോ ഇതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്കകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി എഴുതാനുണ്ട്. അതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ആ സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ അവസാനം പറഞ്ഞു തരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ ബേസിക്കലി ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് അസറ്റ് വാങ്ങുന്നതും വിൽക്കുന്നതും കാര്യം, അസറ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഓർത്ത് വെക്കുക, ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി പോലെയുള്ള അസറ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. രണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് കമ്പനിയുടെ ഷെയറുകൾ നമ്മൾ വാങ്ങുന്നു, മറ്റൊരു കമ്പനിയുടെ ഡിബഞ്ചറോ അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് നമ്മൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഫേമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങളതെന്ത് ചെയ്യുക, ഇതിനകത്ത് എന്ത് മനസ്സിലാക്കി വെക്കുക, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഔട്ട്ഫ്ലോ ആണ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഇൻഫ്ലോ ആണ്. അസറ്റ് വാങ്ങിച്ചാൽ ഔട്ട്ഫ്ലോ ആണ്, അസറ്റ് വിറ്റാൽ ഇൻഫ്ലോ ആണ്. ആൻഡ് അതേപോലെ തന്നെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് കേസിലോ, ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചാൽ അതെന്താണ്, ഔട്ട്ഫ്ലോ ആണ്, ക്യാഷ് പുറത്തേക്കാണ് പോകുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുമ്പോൾ നമ്മുടെ ക്യാഷ് ഇങ്ങോട്ടേക്കാണ് വരിക, സോ ദാറ്റ് ഈസ് ഇൻഫ്ലോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ദിസ് ഈസ് കമ്മിങ് അണ്ടർ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കണക്കും കൂടെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കാൽക്കുലേഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ചിട്ട് എഴുതിയാൽ മാത്രം മതി. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാൽക്കുലേറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. എന്നിട്ട് സെയിൽ ഓഫ് അസറ്റ്, പർച്ചേസ് ഓഫ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കുറച്ച് ഇൻഫർമേഷൻ തരും. അപ്പം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇതിൽ ഏതാണ് ഔട്ട്ഫ്ലോ ഏതാണ് ഇൻഫ്ലോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻഫ്ലോ ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ, പ്ലസ് ഇട്ട് കാണിക്കുക. ഔട്ട്ഫ്ലോ ആണെങ്കിൽ അത് മൈനസ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ക്യാഷ് കുറയുന്ന കാര്യമല്ലേ, അത് നമ്മൾ എഴുതി വെക്കുക. അതിൻ്റെ നെറ്റ് എഫക്റ്റ്, നെറ്റ് ഡിഫറൻസ് എടുത്ത് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് പ്രോബ്ലം എന്തായാലും വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാനത് ഒന്നുകൂടി പറഞ്ഞുതരാം. സോ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകണം, ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഫിനാൻസിങ് ആക്ടിവിറ്റി, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, അസറ്റുകൾ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ആദ്യം കയ്യിൽ, നമ്മുടെ കയ്യിൽ ഫണ്ട് ആവശ്യമാണല്ലേ, ഫിനാൻസ് ആദ്യം വേണ്ടേ, ആ ഫിനാൻസ് നമുക്ക് ആവശ്യമുണ്ട്. സോ ആ ഫിനാൻസ് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നു, അതാണ് ഈ ഒരു ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ കാണിക്കേണ്ടത്. എവിടെ നിന്നാണ് ഫിനാൻസ് വരുന്നത്, നമ്മൾ ഈ പണം എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് വരിക. സോ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി വിച്ച് റിസൾട്ട്സ് ഇൻ ചേഞ്ച് ഇൻ ദ ഷേപ്പ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഓണേഴ്സ് ഫണ്ട്.
including preference shares and preference share capital and borrowed fund of the business are called cash flow from financing activity. നോക്കിക്കോളൂ, നമ്മൾ ഫണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഫിനാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണത് അറേഞ്ച് ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? കമ്പനിയുടെ കേസിലാണെങ്കിൽ കമ്പനിക്ക് ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും, പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും, അതേപോലെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കടപ്പത്രങ്ങളാണ് അല്ലേ? നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാം, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി പറ്റും, ബാങ്ക് ലോൺ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഓണേഴ്സിൻ്റെ ഫണ്ടും അതേപോലെ നമ്മളെ കടവും ഇതിൻ്റെ ഷേപ്പ് മാറുന്ന ആക്ടിവിറ്റിയാണെന്ത്? ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മളിങ്ങനെ കൊടുക്കാം. ക്യാഷ് റിസീറ്റ് ഫ്രം ഇഷ്യൂവൻസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഷെയർ ക്യാപിറ്റൽ ഇവിടെ എഴുതാം. ഷെയർ ക്യാപിറ്റൽ അല്ലേ, ഇത് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഉണ്ട്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന പൈസ, ഫണ്ട് കിട്ടാറുണ്ട്. ഇത് നമുക്ക് ഇൻഫ്ലോ ആയിട്ട് കാണിക്കാം. ഇൻഫ്ലോ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലോ. ക്യാഷ് റെസീറ്റ് ഫ്രം ഇഷ്യൂവൻസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ലോങ് ടേം ഓർ ഷോർട്ട് ടേം ബോറോയിങ്സ്. ഡിബഞ്ചറിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, ഡിബഞ്ചർ ഇറക്കിയിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ലോങ് ടേമോ ഷോർട്ട് ടേമോ ബോറോയിങ് ചെയ്യാൻ പറ്റും, ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് കടമെടുക്കാൻ പറ്റും, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്തും കടമെടുക്കാൻ വേണ്ടി പറ്റും. ഇതും പ്രധാനപ്പെട്ട എന്താണ് ഒരു ഇൻഫ്ലോയാണ്. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് എമൗണ്ട് ബോറോഡ്, ലോൺ തിരിച്ചടയ്ക്കുന്നു, ഔട്ട്ഫ്ലോ ഓഫ് മണി. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഔട്ട്ഫ്ലോ ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ്, പലിശ കൊടുക്കുന്നു, ഇൻട്രസ്റ്റ് പെയ്ഡ് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് നോർമൽ കേസിൽ ഫിനാൻസിങ് ആക്ടിവിറ്റിക്കകത്ത് ഉണ്ടാവുക. എന്തൊക്കെയാണ് വരിക? ഒന്ന്, ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ഇതൊക്കെ ഇൻഫ്ലോ ആണ്. ഇതിൻ്റെ ഒക്കെ ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലോ. ദെൻ ഇതിൻ്റെയൊക്കെ റീപേയ്മെൻറ്റ് നമുക്കറിയാം. പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു, ഫണ്ട് തിരിച്ചു കൊടുക്കുന്നു. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യുന്നു, ഫണ്ട് തിരിച്ചു കൊടുക്കലാണ്, ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആണ്. ഡിബഞ്ചേഴ്സ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡറിന് പൈസ തിരിച്ചു കൊടുക്കുന്നു, റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ ഹോൾഡർ അല്ലേ, അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ബാങ്ക് ലോൺ റീപേ ചെയ്യുന്നു, റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോൺ, അത് എന്താണ്? ഔട്ട്ഫ്ലോ ആണ്. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ്, പലിശ കൊടുക്കുന്നു, ഇൻട്രസ്റ്റ് പെയ്ഡ് പ്രധാനപ്പെട്ട ഒരു ഔട്ട്ഫ്ലോ ആണ്. ഡിവിഡൻഡ് പെയ്ഡ്, ആർക്കാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക? ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡ് കൊടുക്കുക അല്ലേ? ഇക്വിറ്റി ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്, പ്രിഫറൻസ് ഷെയറിന് കൊടുക്കാറുണ്ട്. സോ ഡിവിഡൻഡ് കൊടുത്താൽ അതും എന്താണ്? ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആണ്, ഔട്ട്ഫ്ലോ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ബാങ്ക് ലോണ് പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോണ്, ഡിവിഡൻഡ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ് പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇതാണ് അതിൻ്റെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ ഗോ ടു ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് സം സ്പെഷ്യൽ ഐറ്റംസ്. നോക്കൂ, നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ക്യാഷ് ഫ്ലോ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക ഐറ്റങ്ങൾ. നമ്മളിപ്പോൾ കുറേ ഐറ്റങ്ങൾ 3 ആക്ടിവിറ്റിയിലും പറഞ്ഞു അല്ലേ? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിങ്ങിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. നോർമൽ ഓപ്പറേഷൻ ഉണ്ടാകുന്ന ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയുമാണ്. സെയിലും അതേപോലെ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും പേയ്മെൻറ്റ് ടു എംപ്ലോയീസുമാണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു, സെയിൽ ഓഫ് അസറ്റും പർച്ചേസ് ഓഫ് അസറ്റും അതേപോലെ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുമാണ് പ്രധാനമായിട്ടും അവിടെ വരേണ്ടത്. ദെൻ ഫിനാൻസിങ് ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു, ഷെയർ ഇഷ്യൂ ചെയ്യുക, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുക, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, ഇതിൻ്റെയൊക്കെ റീപേയ്മെൻറ്റും നമ്മൾ ആ ഒരു ആക്ടിവിറ്റിക്കകത്താണ് വരിക. സോ ഇവിടെ നമ്മൾ 1-2 ആൾക്കാരെ സ്പെഷ്യലായിട്ട് പഠിക്കണം. നമ്പർ 1, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പലിശ നമ്മൾ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ. എവിടെയാണ് ഈ ഇൻട്രസ്റ്റ് പെയ്ഡിനെ കാണിക്കേണ്ടത്? പലിശ നമ്മൾ പെയ്ഡ് ചെയ്തു, പലിശ കൊടുത്തു, അപ്പോൾ നമ്മളത് എവിടെ കാണിക്കണം? പലിശ റിസീവ് ചെയ്ത് നമ്മൾ എവിടെ കാണിക്കണം? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇഫ് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ്, നമ്മളെ എൻ്റർപ്രൈസ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്ന സ്ഥാപനം ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ബാങ്ക് പോലെയുള്ള.
നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻട്രസ്റ്റ് പെയ്ഡ് ആൻഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. നോക്കണം, ഈ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കുക. ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ആണെങ്കിൽ, ധനകാര്യ സ്ഥാപനമാണെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡും ഇൻട്രസ്റ്റ് റിസീവ്ഡും കമ്മിങ് അണ്ടർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. എന്തുകൊണ്ടായിരിക്കട്ടെ അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നത്? ഒരു ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിൻ്റെ പ്രധാനപ്പെട്ട പണി എന്താണ്? സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നടത്തലാണ് അല്ലേ? അവരെന്ത് ചെയ്യുന്നു? ലെൻഡിങ് മണി, പണം കടം കൊടുക്കുന്നുണ്ട്, ലെൻഡിങ് മണി, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ്, ഇതല്ലേ അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പം അവർ വാങ്ങിവെച്ച പൈസയ്ക്ക് അങ്ങോട്ട് പലിശ കൊടുക്കും അല്ലേ? അപ്പോൾ അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്ന കാര്യമാണ്. സോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസിൽ പലിശ കൊടുക്കുന്നതും പലിശ വാങ്ങുന്നതും എവിടെയാണ് വരിക? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്കകത്താണ് വരിക കേട്ടോ. ഓപ്പറേറ്റിങ്ങിലാണ് വരിക എന്ന് ഓർത്ത് വെക്കുക. ഇഫ് ഇറ്റ് ഈസ് അതർ ദാൻ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥാപനങ്ങൾ അതർ എൻ്റർപ്രൈസസ്, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ സാമ്പത്തിക സ്ഥാപനങ്ങളല്ല, സാമ്പത്തികതര അങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യുന്ന സ്ഥാപനമല്ല എങ്കിൽ വേർ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻട്രസ്റ്റ് പെയ്ഡ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. നോക്കണേ, നോർമൽ കേസിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഇൻട്രസ്റ്റ് പെയ്ഡ് കാണിക്കേണ്ടത് ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് കേട്ടോ. ഇൻട്രസ്റ്റ് പെയ്ഡ് എവിടെയാണ് കാണിക്കേണ്ടത്? ഫിനാൻസിങ് ആക്ടിവിറ്റി. നമ്മൾ എപ്പോഴാണ് പലിശ കൊടുക്കുന്നത്? നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ പലിശ കൊടുക്കേണ്ടി വരാറുണ്ട്. ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ നമ്മൾ ബാങ്ക് ലോൺ എടുക്കുന്നു, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരാറുണ്ട്. സോ ഇൻട്രസ്റ്റ് പെയ്ഡ് ഈസ് കമ്മിങ് അണ്ടർ ഫിനാൻസിങ് ആക്ടിവിറ്റി. ആൻഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എവിടെയാണ് വരിക? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇൻട്രസ്റ്റ് നമുക്ക് എപ്പോഴാണ് കിട്ടുക? പലിശ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? പലിശ കിട്ടുന്നത് എപ്പോഴാണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് പലിശ കിട്ടുക അല്ലേ? ഡിബഞ്ചേഴ്സ് നമ്മൾ ഡിബഞ്ചർ വാങ്ങിച്ചിടുന്നു, ഡിബഞ്ചർ വാങ്ങിയിട്ടാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, പലിശ കിട്ടും. ഓക്കെ, സോ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് കാണിക്കേണ്ടത്. സോ നമ്മൾ ഈ ഒരു പോയിൻ്റ്, ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ പഠിച്ചു വെക്കാം. നോർമൽ കേസിൽ നമ്മുടെ ഇൻട്രസ്റ്റ് പെയ്ഡ് കാണിക്കേണ്ടത് ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് ആൻഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് കാണിക്കേണ്ടത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ്. ഇത് ഓർത്ത് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ് റിസീവ്ഡും ഇൻട്രസ്റ്റ് പെയ്ഡും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പോവുക എപ്പോൾ മാത്രമാണ്? ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ആണെങ്കിൽ മാത്രമാണ്. നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസുകൾ ചോദിക്കാറില്ല, നമ്മുടെ നോർമൽ സ്ഥാപനങ്ങളാണ് ചോദിക്കാറുള്ളത്, നോർമൽ ബിസിനസ് സ്ഥാപനമാണ് ചോദിക്കുക. അതുകൊണ്ട് ഈ രണ്ടാമത്തെ പാരഗ്രാഫ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇൻട്രസ്റ്റ്, അത് പോയിൻ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. നോക്കൂ, ഡിവിഡൻഡ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നോക്കോട്ടെ. ഡിവിഡൻഡ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിൽ 3 ഹെഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻസിങ്. ഡിവിഡൻഡ് എവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഇഫ് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ആണെങ്കിൽ, സാമ്പത്തിക ഇടപാട് നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ, ലോണ് കൊടുക്കലും ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയാണ് വർക്കെങ്കിൽ, ക്യാഷ് ഫ്ലോ ഫ്രം ഡിവിഡൻഡ് റിസീവ്ഡ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ് കാണിക്കേണ്ടത്. ക്യാഷ് ഫ്ലോ ഫ്രം ഡിവിഡൻഡ് റിസീവ്ഡ് ഈസ് ട്രീറ്റഡ് ആസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, വൈൽ ക്യാഷ് ഫ്ലോ ഫ്രം ഡിവിഡൻഡ് പെയ്ഡ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഫിനാൻസിങ് ആക്ടിവിറ്റി. എന്നാൽ ഇവിടെ ഡിവിഡൻഡ് പെയ്ഡ് ആണെങ്കിൽ, ഡിവിഡൻഡ് കൊടുക്കുന്നു, ഡിവിഡൻഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുള്ളൂ. അപ്പോൾ അത് ഏത് ടൈപ്പ് കമ്പനി ആണെങ്കിലും ഷെയറിൻ്റെ മുകളിൽ ഡിവിഡൻഡ് കൊടുത്താൽ അത് എവിടെയാണ് വരിക? ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരിക. പക്ഷേ ഡിവിഡൻഡ് റിസീവ് ചെയ്താൽ അതെവിടെയാണ് പോവുക? ഓപ്പറേറ്റിങ്ങിലാണ് കാണിക്കേണ്ടത്. ആരുടെ കേസിൽ? ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിൻ്റെ കേസിൽ കേട്ടോ. ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ്, ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളുടെ കേസിൽ ഡിവിഡൻഡ് റിസീവ്ഡ് ഷുഡ് ബി
ഷോൺ ആസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഓപ്പറേഷൻ്റെ ഭാഗമാണത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ കാണിക്കണം. എന്നാൽ അതർ ദാൻ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്, അതായത് സാമ്പത്തിക ഇടപാട് നടന്ന സ്ഥാപനമല്ല എങ്കിലോ, അതർ ദാൻ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ഡിവിഡൻഡ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ നോക്കിക്കൂടാ. ക്യാഷ് ഫ്ലോ ഫ്രം ഡിവിഡൻഡ് റിസീവ്ഡ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, വൈൽ ക്യാഷ് ഫ്ലോ ഫ്രം ഡിവിഡൻഡ് പെയ്ഡ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇതിൽ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഡിവിഡൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഡിവിഡൻഡ് പെയ്ഡ് കൃത്യമായി ഓർത്ത് വെക്കുക. ഡിവിഡൻഡ് പെയ്ഡ് എപ്പോഴും എന്തായിരിക്കടാ, ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിരിക്കും. നോക്കൂ നിങ്ങൾ, ഇവിടെ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിൻ്റെ കേസിലും എന്താണ്, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. നോർമൽ അല്ലാത്ത സ്ഥാപനങ്ങളുടെ കേസിലും അത് ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. സോ ഡിവിഡൻഡ് പെയ്ഡ് എപ്പോഴും എന്തായിരിക്കും, ഡിവിഡൻഡ് പെയ്ഡ് എപ്പോഴും ഫിനാൻസിങ്ങിൽ തന്നെ ഉണ്ടാവുള്ളൂ, ഫിനാൻസിങ് തന്നെയായിരിക്കും ഡിവിഡൻഡ് പെയ്ഡ്. ഡിവിഡൻഡ് റിസീവ്ഡ് എവിടെയാണ് കാണിക്കേണ്ടത്, നമ്മൾ നോർമൽ കേസിൽ ഡിവിഡൻഡ് റിസീവ്ഡ് നമ്മൾ നോർമൽ കേസിൽ കാണിക്കേണ്ടത് ഡിവിഡൻഡ് കിട്ടി ഇൻവെസ്റ്റിങ്ങിലാണ് കാണിക്കേണ്ടത്. ഇൻവെസ്റ്റിംഗ് എന്ന ഹെഡിൽ അണ്ടറിലാണ് കാണിക്കേണ്ടത്. ഫിനാൻഷ്യൽ സ്ഥാപനമാണെങ്കിൽ മാത്രം എവിടെ പോകൂടാ, ഈ ഡിവിഡൻഡ് റിസീവ്ഡ് ഓപ്പറേറ്റിങ്ങിൽ പോകും. ഓക്കെ, ക്ലിയർ ആണല്ലോ? പോയിന്റ് ക്ലിയർ ആണല്ലോ? ഡിവിഡൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്ലിയർ ആണല്ലോ? സോ ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആൻഡ് പെയ്ഡിൻ്റെയും ഡിവിഡൻഡ് റിസീവ്ഡ് ആൻഡ് പെയ്ഡിൻ്റെയും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് വെക്കണം. ഓക്കെ, ദെൻ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ നോട്ട് ഷോൺ ഇൻ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് പൊതുവെ എന്ത് ചെയ്യില്ല, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ പർച്ചേസ് ഓഫ് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ഓഫ് അസറ്റ് ബൈ ഇഷ്യൂയിങ് ഷെയർസ്. നമ്മളെന്ത് ചെയ്തു, ഒരു ബിൽഡിംഗ് വാങ്ങുന്നു, ഒരു അസറ്റ് നമ്മൾ വാങ്ങിക്കുന്നു, എന്നിട്ട് നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കുന്നില്ല, പകരം നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഷെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ, ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഷോൺ ഇൻ ദി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ ക്യാഷിന് എന്തുണ്ടാവുന്നില്ല, ചേഞ്ച് വരുന്നില്ല, ക്യാഷ് ബാലൻസിന് മാറ്റം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കില്ല അത്തരം കാര്യങ്ങൾ. ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ക്യാഷ് ബാലൻസിനെ ബാധിക്കുന്ന, ബാങ്ക് ബാലൻസിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നതാണ്. സോ വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോസ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ് ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ പീരീഡ്, അല്ലെങ്കിൽ ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്. ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ് ആൻഡ് നെറ്റ് റിസൾട്ട് ഇൻ ദാറ്റ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, അതും കൂടെ കാണിക്കും. ക്യാഷിന് എന്ത് മാറ്റം വന്നിട്ടുണ്ടെന്നുള്ള കാര്യവും നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കും. ഓക്കെ, സോ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡിവൈഡിങ് ദ ക്യാഷ് ഫ്ലോസ് ഇൻ ടു 3. ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്യാഷ് ഫ്ലോനെ 3ആയിട്ട് തരംതിരിച്ചിട്ടാണ്. ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇവിടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മീൻസ് ദിസ് ഈസ് ദ മേജർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഫേം അല്ലെങ്കിൽ ബൈ ദ ഓർഗനൈസേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണെന്ത്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആണ് അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയേണ്ടത്. അവിടെ വരുന്ന ഇൻഫ്ലോസ് എന്തൊക്കെയാണ്, ഔട്ട്ഫ്ലോസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ സെയിലാണ്, അല്ലെങ്കിൽ റെസീറ്റ് ഓഫ് കമ്മീഷൻ, റെസീറ്റ് ഓഫ് റോയൽറ്റി, റെസീറ്റ് ഓഫ് ഫീസ്. ഔട്ട്ഫ്ലോസ് എന്തൊക്കെയാണ്, പേയ്മെൻറ്റ് ടു എംപ്ലോയീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ, ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന പേയ്മെൻറ്റുകൾ അവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് അണ്ടർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ദെൻ വാട്ട് ഈസ് ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റി വേർ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഓൺ ലോങ് ടേം അസറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ദാറ്റ് ലോങ് ടേം അസറ്റ്. നമ്മൾ ലോങ് ടേം അസറ്റ് വാങ്ങിക്കുന്നു, അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. അതേപോലെ ലോങ് ടേം അസറ്റ് ഡിസ്പോസ് ചെയ്യുന്നു, വിൽക്കുന്നു, അതും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ക്യാഷ് വരുന്നത് ക്യാഷ് ഇൻഫ്ലോ ആയിട്ടും കണക്കാക്കും,
നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് കണക്കാക്കും. ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരിക. ഇൻട്രസ്റ്റ് റിസീവ്ഡും എന്തിനാണ് വരിക? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരിക. ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് നോർമലി എവിടെയാണ് വരിക? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരിക. ദ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് ഫിനാൻസിങ് ആക്ടിവിറ്റി. ഫിനാൻസിങ് ആക്ടിവിറ്റി വിച്ച് കംപ്രൈസ് അല്ലെങ്കിൽ അത് എന്താണ്? അക്വിസിഷൻ ഓഫ് എമൗണ്ട് ഓർ റേസിംഗ് ഓഫ് ഫണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കാം? ബൈ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഷെയർസ്, ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ത്രൂ ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ എടുത്ത് നമ്മൾ ഫണ്ട് ഉണ്ടാക്കുന്നു. ആൻഡ് അതിൻ്റെ റീപേയ്മെൻറ്റ്, ദാറ്റ് ഈസ് റിഡംഷൻ ഓഫ് ഷെയർസ്, റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, ദെൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നോർമൽ കേസിൽ ഫിനാൻസിങ് ആക്ടിവിറ്റിക്കകത്താണ് എന്ത് വരിക? പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റും പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റും വരുന്നത്. ഓക്കെ, ഈ നമ്മുടെ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസിൻ്റെ കാര്യത്തിൽ മാത്രമേ അവിടെ ഒരു ചേഞ്ച് വരുന്നുള്ളൂ. സോ നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് 3 കാൽക്കുലേഷനും പഠിക്കണം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടത്. ദർ ഈസ് 2 മെത്തേഡ്സ്. ഡയറക്റ്റ് മെത്തേഡ് വരുന്നുണ്ട്. ഡയറക്റ്റ് മെത്തേഡ് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അതായത് നമ്മൾ സെയിൽ എടുക്കുന്നു, റെസീറ്റ് ഫ്രം ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്ന എമൗണ്ട് എടുക്കുന്നു. ഇത് രണ്ടിനകത്ത് നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ മതി? പേയ്മെൻറ്റ് ടു എംപ്ലോയീസും മറ്റ് ഓപ്പറേഷൻ എക്സ്പെൻസുകളും മൈനസ് ചെയ്താൽ മതി. വി ഗോട്ട് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. സോ ഡയറക്റ്റ് മെത്തേഡ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് നമുക്ക് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ടേക്കൺ ഫ്രം പ്രോഫിറ്റ് ഓർ ലോസ്. നോർമലി ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് before tax and extraordinary item. സോ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിൽ നിന്നും തുടങ്ങിയിട്ട് നമ്മൾ ഏറ്റവും അവസാനം എന്ത് ചെയ്യണം? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലേക്ക് എത്തണം. ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് മെത്തേഡ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മെത്തേഡാണെന്ത്? ഇൻഡയറക്റ്റ് മെത്തേഡ്. സോ നമുക്ക് തൊട്ടടുത്ത ദിവസത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഈ 2 മെത്തേഡുകളും തറവായിട്ട് പഠിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും അതേപോലെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെയും കാൽക്കുലേഷനും പറയും. നമുക്കൊരു നെക്സ്റ്റ് ലൈവിന് ഒരു ഗ്യാപ്പ് വേണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്, AFSൽ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകളൊന്ന് കമൻറ്റ് ചെയ്യുക. ചാപ്റ്റേഴ്സ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നമ്മളത് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പരമാവധി നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യാൻ കൂടി വേണം. നമുക്ക് AFS നമ്മൾ പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ട് ക്ലാസ് വെക്കുന്നതാണ്. നോർമൽ ടൈമിൽ നിന്ന് മാറിയത് അതുകൊണ്ടാണ്. സോ നിങ്ങളിത് മാക്സിമം കുട്ടികളിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമുക്കിവിടെ എന്തുണ്ടാവുള്ളൂ? ആ ഒരു എനർജി ഫീൽ ആവുള്ളൂ. അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യുക? നിങ്ങളെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തുക. നമ്മളിവിടെ AFSന് സപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് കൂടുതൽ കുട്ടികളെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. നമുക്ക് കൂടുതൽ ആളുകൾ എത്തിയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യണം. അടുത്ത ക്ലാസ്സോടെ നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ആക്കും. സോ മാക്സിമം ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് എത്തുക. കൂടാതെ നിങ്ങൾ ഈ ലൈവിൻ്റെ താഴെ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് ഏത് ചാപ്റ്റർ ആയാലും കുഴപ്പമില്ല. AFSൻ്റെ ഏത് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ടോപ്പിക് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ പ്രോബ്ലവുമായിട്ട് വരും. ഓക്കെ, താങ്ക് യു.